എല്ലാരും പറയുന്ന എങ്ങനെയാ താഴേന്ന് ഏറ്റവും മേളിലെത്തി, അതിന്റെ ഇടയ്ക്കത്തേത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. ഒരു സംരംഭം തുടങ്ങുന്നത് 13ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. സാധാരണ പെൺകുട്ടികളാണ് ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, എല്ലാത്തിന്റെ ഫൗണ്ടേഴ്സും ഇതുണ്ടാക്കുന്നത് എല്ലാം പെൺകുട്ടികളാണ്. അതെങ്ങനെയാണ് നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്? എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും നടപ്പുണ്ടായിരുന്നു. സപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നമ്മൾക്ക് എവിടെ എത്താൻ പാടാന്നുള്ളത് മനസ്സിലായി. അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 18 വയസ്സായല്ലോ. അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ പോയെന്ന് ചോദിച്ചു. എല്ലാവരുടെയും തലയുടെ ചുറ്റൂര് വെള്ളവട്ടം വന്നു. എന്തോ അതിൻ്റെ അകത്തൊരു സാധനം പുള്ളിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, എന്തിനാണിത്. കുറെ സ്റ്റോറി കേട്ടപ്പോ ആയാലും 100 രൂപ ഇൻവെസ്റ്റ്മെന്റിലും 1000 കോടി ടേൺ ഓവർ എത്തി. അങ്ങനെയൊക്കെ 20,000 രൂപ ഉണ്ട് എനിക്ക്. അപ്പൊ അതും കൂടെ ആയപ്പോ കോൺഫിഡൻസ് അങ്ങ് മണ്ടയിലെത്തി. നമ്മളെ പൈസയുടെ പേരിൽ കുറെ സ്ഥലത്ത് നമുക്ക് ഒരടി കിട്ടി. എല്ലാത്തിന്റെ അടിസ്ഥാനം പൈസയാണ്. ജീവിതവേഗം അടുത്തൊരു അവസ്ഥയായി പോയത്. എങ്ങനെ പോകുന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ നിർത്തേക്കാൻ ഓർത്തി. നമ്മൾ ആ കോൺഫിഡൻസ് ഒക്കെ നേരെ താഴോട്ടങ്ങായി. എളുപ്പത്തിൽ വേണേൽ പറയാം അവന് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വേണേൽ പറയാം, പക്ഷെ അവനെ അറിയത്തുള്ളത് എങ്ങനെ ആക്കി എന്നുള്ളത്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പലപ്പോഴും സംരംഭകനാവുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ തൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ ഒരു സംരംഭകനായി 22ാമത്തെ വയസ്സായപ്പോഴേക്കും ഒരു ബ്രാൻഡ് സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ ഞാൻ ഈ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനന്തുവിനെ. സ്വാഗതം അനന്തു. 22 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്കാരും സംശയിക്കും 22 വയസ്സേ ഉള്ളന്നല്ലേ. എല്ലാരും ഇപ്പം പറയുന്നത് 10-29 വയസ്സ് തോന്നിക്കുന്നു. അത് കുറച്ചൊരു വർത്തമാനം പറഞ്ഞു കഴിയുമ്പോ സെറ്റ് ആയിക്കോളും. എവിടെയാണ് ഇതിന്റെ നാടൊക്കെ? എന്റെ നാട് ചങ്ങനാശ്ശേരി, തെങ്ങണ എന്ന് പറയും. ഞാൻ അവിടാണ് ജനിച്ചു വളർന്നതല്ല. പഠിച്ചതൊക്കെയോ? പഠിച്ചത് ഗുഷപ്പേട്, തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. LKG മുതൽ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗിലേക്ക് വീട്ടുകാര് ഉന്തിത്തള്ളി വിട്ടു. അപ്പോ എത്ര സപ്ലൈ ഉണ്ട്? എഞ്ചിനീയറെ കാണുമ്പോൾ ചോദിക്കേണ്ട മസ്റ്റ് ചോദ്യമാണത്. സപ്ലി ഒരുപാടുണ്ട്. എഴുതിയെടുത്തിട്ടില്ല? ഇല്ല, അത് ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് എന്നേ ഉള്ളൂ. സപ്ലി ഇപ്പോഴും ബാക്കിയായിട്ട് അവിടെയുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ആദ്യത്തെ സംരംഭകൻ ആകുന്നത് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നത് 13ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. എന്തായിരുന്നു സംരംഭം? നമ്മുടെ എല്ലാം ചെറുപ്പകാലത്തിലെ ഒരു മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗപ്പി കച്ചവടമാണ്. പിള്ളേരുടെ എല്ലാവരും ഇതായിരുന്നു ഗപ്പി കച്ചവടം. അപ്പൊ അത് ഞങ്ങളുടെ അവിടുത്തെ മെയിൻ ഡീലിങ്സ് ഞങ്ങൾ കുറച്ച് പേരായിരുന്നു. ഗപ്പി കച്ചവടം. അത് പിന്നെ പയ്യെ കുപ്പിയിലാക്കി സ്കൂളിൽ കൊണ്ടു കൊടുക്കുക, മാർക്കറ്റിംഗ്. അങ്ങനെ അവിടെ കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ വെറൈറ്റി മീനുകളെ ഇറക്കി. അതായിരുന്നു തുടക്കം. എത്ര രൂപയൊക്കെ ഉണ്ടാവും കയ്യില്? ആ ഒരു സമയത്ത് 10,000, 2,500 രൂപയൊക്കെ അതിൽ നിന്നുണ്ടാക്കും. അപ്പൊ ആ സമയത്ത് ഉത്സവങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കും. എല്ലാവരും വീട്ടുകാരുടെ കയ്യിൽ ഐസ്ക്രീം മേടിക്കാൻ പൈസ കണ്ടെത്തുമ്പോൾ നമ്മൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയും. വീട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റാ. അപ്പോൾ ഒന്നെങ്കിൽ അത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വേണ്ടാന്നേ പറയത്തുള്ളൂ. അത് തരുന്നൊരു ഇതില്ല. അപ്പം ഞാൻ ചിന്തിച്ചു വന്നാൽ നമുക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ പോലെ. അതിന് പക്ഷെ കുഴപ്പമില്ല. തന്നെ ഉണ്ടാക്കി ചെലവ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, നോ ഒന്നും പറയത്തില്ല. പക്ഷെ അല്ലാതെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് തന്നെ പറയും. അപ്പം അങ്ങനെയാണ് പയ്യെ ഈ ഗപ്പി കച്ചവടമൊക്കെ തുടങ്ങി. ഗപ്പി കച്ചവടം അടുത്ത സ്റ്റേജിലേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? പിന്നെ ആയപ്പോഴത്തേക്കിന് ഇത് നമ്മളും മറിയുമ്പോഴത്തേക്കിന് ഇതിലോട്ടുള്ള ഇൻട്രസ്റ്റ് പോയി. അപ്പൊ അടുത്ത എന്തായാലും നമുക്ക് പൈസ വേണം. അപ്പൊ അടുത്ത 10ാം ക്ലാസ് ഒക്കെ ആയപ്പം പയ്യെ കേറ്ററിംഗ് ഉണ്ട്. അപ്പൊ ആ കേറ്ററിങ്ങിന് പോയി. അപ്പൊ അവിടുന്ന് മനസ്സിലായി ഈ വാഴയില, നമ്മുടെ കേറ്ററിങ്ങിന് കൊടുക്കുന്ന വാഴയില നമ്മൾ വെളിയിൽ നിന്ന് അവർ സപ്ലൈ ചെയ്യുക. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ വാഴ. സംരംഭകന്റെ മനസ്സുണർന്നല്ലേ? നേരെ നോക്കി. അപ്പം ഞാനൊരു കണക്ഷൻ കിട്ടി. അപ്പോൾ ആദ്യത്തെ ഇതിൽ അവർ ഓർഡർ തരും. ഞാൻ നേരെ കയറി വെട്ടി നല്ല ഹൈറ്റ് ഉള്ളായിരുന്നു. വാഴയില വെട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ ഇറങ്ങുന്നു, രാവിലെ ഇറങ്ങുന്നു, വൈകിട്ടാകുമ്പോൾ ഒരു 10,000 ഇര വെട്ടുന്നു. അത് നേരെ കൊടുക്കുന്നു, പൈസ വാങ്ങിക്കുന്നു. നേരെ കൂട്ടുകാരോടെ പോയി അടിച്ചു വിളിക്കുന്നു. അത് സേവിങ്സ് ഒന്നുമില്ല, അപ്പോഴേ അടിച്ചു ഉള്ളൂ. അപ്പൊ അതിനുള്ള ഇപ്പൊ എവിടെയെങ്കിലും ടൂർ പോകണം, ഇപ്പൊ 3 രൂപ വേണം. അപ്പം ഞാനിങ്ങനെ കുത്തിയിരുന്ന് വിളിക്കും, ചേട്ടാ
വർക്കുണ്ടോ ഇല വേണോ ഇല വേണോ വർക്കുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടി എന്നാ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോകും. ആ ഉള്ള ടാർഗറ്റ് എത്രയാണോ അത് ഫുൾ ലാഭമാണല്ലോ. വാഴയിലേക്ക് ആർക്കും പൈസ കൊടുക്കില്ല, തൊഴിലാളികളില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ഈ വീട്ടുകാരും ഇതാകാൻ തുടങ്ങി, ഇവൻ ഇതിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ചിരിച്ചു കളിച്ചു, എന്നെ കേട്ടോ എന്നാ കിട്ടാൻ രീതിയിൽ അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ അത് +2 വരെ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് എഞ്ചിനീയറിംഗിന് പോകുന്നത്. എവിടെ എഞ്ചിനീയറിംഗ് ചെയ്തേ? ഞാൻ മംഗളം കോളേജിൽ ഏറ്റുമാനൂർ അവിടാണ് ഞാൻ എഞ്ചിനീയറിംഗിന് കയറിയത്. അതും വീട്ടുകാരുടെ നിർബന്ധത്തിന്, ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഈ സംരംഭകൻ ഉള്ളിൽ ഉറങ്ങി കിടന്നു, അതോ ആക്റ്റീവായിട്ട് പുറത്തുണ്ടായിരുന്നോ? എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും നടപ്പുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തില്ല. അപ്പം പിന്നെ ലൈസൻസ് ഒക്കെ ആയപ്പോഴത്തേക്കിന് സൊമാറ്റോയിലേക്ക് കയറി. സൊമാറ്റോയിൽ വണ്ടി ഓടിക്കാനായിട്ട് കയറി. സൊമാറ്റോ അത് ആയിരുന്നു കുറച്ച് നാള്. സംരംഭകന്മാരെ ജോലിക്കാരനായിട്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെയും നമുക്ക് ടൈം കിട്ടാതായി. അപ്പം വൈകുന്നേരങ്ങളിലാകുമ്പം നമുക്ക് സൊമാറ്റോ ഇടാം. അപ്പോൾ അതിൽ നിന്ന് ഉള്ള വരുമാനം അങ്ങനെ കുറച്ച് നാൾ. അതപ്പം അമ്മാവന്മാർക്കൊക്കെ ഒരു ചെറിയ വിഷമം. നമ്മളിങ്ങനെ ബൈക്കിൽ രാത്രിയിൽ മഴയൊക്കെ. പക്ഷേ ഞങ്ങളുടെ അവിടെ ഈ സൊമാറ്റോ ഒന്നും അധികം ഈ എറണാകുളത്തെ പോലെ അവിടെ അത്രയും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റുന്നുമില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ നീ പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോക്കറ്റ് മണി എത്ര വേണേലും ഞങ്ങൾ അങ്ങനെ. അപ്പോൾ അത് പയ്യെ നിർത്തി. പക്ഷേ എന്നാലും നമുക്ക് എപ്പോഴും ചോദിക്കാൻ, പണ്ട് മുതലേ ചോദിക്കാത്തതുകൊണ്ട് വീണ്ടും ചോദിക്കാൻ ഒരു മടി. അങ്ങനെ ഞാൻ വേറെ അല്ലറ ചില്ലറ സെയിൽസ് ഒക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനിൽ കൂടെ ചെയ്തു തുടങ്ങി. കുറച്ച് ബ്രാൻഡുകളുടെയൊക്കെ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങി. റീസെല്ലിങ് ചെയ്തു തുടങ്ങി. അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്കിന് ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ഇതിലൊന്നും നമുക്ക് നമ്മുടെ അന്നേരത്തെ നീഡ് ആവുന്നു. പിന്നെയും ആവശ്യം വരുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ഇറങ്ങുന്നു. അപ്പോൾ നമുക്കൊരു സോഴ്സ് വേണമെന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്കൊരു കസിനുണ്ട്, അവനും ഞാനുമാണ്, ഞങ്ങൾ ഒരേ പ്രായമാണ്, ഒരേ ദിവസമാണ് ബർത്ത്ഡേയും എല്ലാം. 6 മണിക്കൂറിന്റെ വ്യത്യാസമുള്ള അവൻ ഞാൻ. അവനാണ് ലൈഫിലെ മറ്റേ നമ്മളെല്ലാരും പണ്ട് ചിന്തിക്കില്ലടാ നമുക്ക് മറ്റേ ഇന്റർനാഷണൽ ബ്രാൻഡ് കൂട്ടുകാരൻ. എന്നെ ഇതിലേക്ക് എത്തിച്ചത് അവനാ. വെറുതെ നടന്ന എന്നെ ഈ വലിയ കോടികളുടെ പരിപാടിയിലേക്ക് ഇതാക്കി ഇങ്ങനെ തിരിപ്പിച്ചത് അവനാണ്. നിങ്ങൾ എന്തൊക്കെ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനോടകം? നമ്മുടെ ചായക്കട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വീട്ടുകാർക്ക് ഇങ്ങനെ വന്നിങ്ങനെ വാവിളിച്ച് ചോദിക്കുക, ബാങ്ക് ബാലൻസ് 2 ആണേലും 10,000 കോടി അല്ലെങ്കിൽ 1000 കോടിയുടെ ഒക്കെയാ. ചായ വെച്ചാണ് 1000 കോടി. ഇവരിങ്ങനെ ചായ വെച്ച് ഇപ്പം 1000 കോടി ഉണ്ടാക്കും. അങ്ങനത്തെ സംസാരമാണ് ഞങ്ങൾ. പിന്നെ കൂട്ടുകാരായാലും ഒരുപാട് നമുക്ക് എന്നെ ഇപ്പം ഈ ലെവലിലാക്കിയേക്കുന്നത് ഈ കസിൻസും കൂട്ടുകാരുമാണ്. രണ്ടിന്റെ ഇടയിലെങ്കിലും എത്തിച്ചേക്കുന്നത് കൂട്ടുകാർ തന്നെയാണ്. കൂട്ടുകാരും ഇതും കസിൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഹെയർ ഓയിൽ ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് പ്രായമുണ്ട്? എനിക്ക് അന്ന് 20-21 വയസ്സ്. അത്രേ ഉള്ളൂ. ഇതിനകത്തേക്ക് എത്തിപ്പെടാനുള്ള റീസൺ എന്താ? ഈ ഒരു ഹെയർ ഓയിൽ ബ്രാൻഡ്, അത് സാധാരണ പെൺകുട്ടികളാണ് ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, എല്ലാത്തിൻ്റെ ഫൗണ്ടേഴ്സും ഇതുണ്ടാക്കുന്നത് എല്ലാം പെൺകുട്ടികളാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടി വന്നിരുന്ന് 22 വയസ്സുള്ള ഒരു പയ്യൻ വന്നിരുന്ന് മുടിയൊക്കെ കെട്ടിവെച്ച് ഞാനൊരു ഹെയർ ഓയിൽ ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു റീസൺ എന്തായിരുന്നു എത്താൻ? എനിക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റാന്ന് പറഞ്ഞല്ലോ, അപ്പം കൊച്ചിലെ പോലെ ഈ മുടി വളർത്താനൊന്നും സമ്മതിക്കത്തില്ല. എല്ലാം മുട്ട പരുവം, പറ്റേന്നും പറയത്തില്ല, മുട്ട അടിക്കുന്ന പോലെ ആയിരുന്നു എന്നെ ഒരു +2 വരെ എത്തിച്ചങ്ങനെ. അപ്പം എനിക്ക് മുടിയോട് ഭയങ്കര ഈ നമുക്ക് വളർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ പിള്ളേർ ഓരോ സ്റ്റൈലിൽ വരുമ്പോഴും നമ്മൾ ആസ്പെഷ്യൽ മുട്ട, അപ്പോൾ നമുക്ക് മുടി വളർത്തണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് ഇത്ര നാൾ ഞാൻ, അപ്പോൾ നമ്മൾ 18 വയസ്സായല്ലോ, അപ്പം അതിൻ്റെ ഒരു ധൈര്യത്തിൽ പോയെന്ന് ചോദിച്ചു, അച്ഛാ ഇതുപോലെ ഞാൻ മുടി വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ. അപ്പോൾ എന്തോ ഓക്കെ, അപ്പോൾ നമുക്ക് ലൈസൻസായി.
പിന്നെ അപ്പം എൻ്റെ മുടി എനിക്ക് എങ്ങനെയും വളർത്തണം. അപ്പം അതിന് ഞാനിരുന്ന് ഓരോ ഇത് ചെയ്യാൻ തുടങ്ങി. ഓരോ എണ്ണകൾ നോക്കാനും അല്ല ഓരോ റെമഡീസ് ചെയ്ത് എങ്ങനെയും മുടി സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഞാൻ അപ്പം ഈ എൻജിനീയറിങ്ങിന് പോകുമ്പോഴെല്ലാം ഇത് മാത്രമുണ്ട്. ഫേസ് നോക്കിയില്ലെങ്കിൽ ഞാൻ ഹെയർ എപ്പോഴും എനിക്ക് ടിപ്പ് ടോപ്പ് ആക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ഓരോ എണ്ണകളും. അപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ അമ്മയുടെ ചേച്ചിയൊക്കെ ആയാലും ഈ എണ്ണ എല്ലാവരും ഹോം റെമഡീസാണ് അവർ പണ്ട് മുതലേ ഉള്ള രീതിയിൽ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇരുന്ന് ഞാൻ പോയി ഇരുന്ന് ഇങ്ങനെ ചോദിക്കും, ഇതിനെന്നെ ചെയ്യണം, അതിനെന്ത് ചെയ്യണം. അപ്പോൾ ഇരുന്ന് ഞാൻ തന്നെ നോക്കി. അങ്ങനെ വന്നപ്പോൾ ചിന്തിച്ചായിരുന്നോ ഇവൻ ഇത് ഒരു ബ്രാൻഡ് ആക്കുമെന്നും ബിസിനസ് അവർക്ക് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. വീട്ടിലേക്ക് വേണ്ടി അവർ കുറച്ചുണ്ടാക്കുന്നു എന്നുള്ളൊരിതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ റീസെല്ലിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് നമുക്കെന്നാ ഒരു സ്വന്തമായിട്ടൊരെണ്ണം തുടങ്ങിക്കൂടെ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു. ഇത് തന്നെത്താൻ ഞാൻ ഉണ്ടാക്കാനായിട്ട് അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. നമുക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഓൺ ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പം എണ്ണ എന്നിട്ട് ചെയ്തേ ആദ്യം പോയിട്ട് എണ്ണ ഉണ്ടാക്കുവാണോ ചെയ്തേ, ബ്രാൻഡ് ഉണ്ടാക്കുവാണോ ചെയ്തേ? ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഈ ഒരു പ്രായത്തിൽ ഇതിനെ കുറിച്ചുള്ളൊരു അവയർനെസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ഒരു അവയർനെസ്സും ഇല്ല. അപ്പം ആദ്യം ഞാൻ ഇത് എങ്ങനെയൊക്കെ എണ്ണയുടെ അത്യാവശ്യം അറിയാമെങ്കിലും കുറച്ചും കൂടെ ഞാൻ പഠിച്ചു. എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഞാൻ തന്നെ ഒരു ഫോർമുല ഉണ്ടാക്കി സ്വന്തമായിട്ട് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ബിടെക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയുർവേദത്തിലേക്ക് ഞാൻ യൂട്യൂബും എല്ലാം നോക്കി എൻ്റെതായ ഒരു ഇത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങൾ വേണമല്ലോ. അപ്പം അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല. എവിടെ എന്താ ചില സാധനങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഈ പറയുന്ന നമ്മൾ ഈ കാടും ഇതൊന്നും നമ്മൾ ഈ രണ്ട് ചെടി കണ്ടാലും എനിക്ക് വ്യത്യാസമൊന്നും ഇല്ലായിരുന്ന ഒരു സമയമാണ്. അത് രണ്ടും പുല്ല് അത്രേ ഉള്ളൂ. അതിൽ നിന്ന് ഇതിന് ഇങ്ങനൊരു ഗുണമുണ്ട്, ഇതിന് വേറൊരു ഗുണമുണ്ട്, ഇതിനെല്ലാം പല പല ഇതുണ്ടെന്നൊക്കെ അപ്പം അറിയാൻ തുടങ്ങി. അപ്പോൾ ഈ സാധനങ്ങൾ സോഴ്സ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഉള്ള പരിചയത്തിലൊക്കെ ഇങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു വൈദ്യനെ എനിക്ക് കിട്ടി. അതായത് എൻ്റെ ഈ കൂട്ട് കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വിളിച്ചു. അത്ര നല്ല കൂട്ടായിരുന്നു ആദ്യത്തെ. അതായത് എന്തോ അതിൻ്റെ അകത്തൊരു സാധനം പുള്ളിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, എന്തിനാണിത്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി എനിക്കൊരു ക്ലാസ് എടുത്തു ഫോണിൽ കൂടെ തന്നെ. ആദ്യമായിട്ട് ഒരു 3-3.5 മണിക്കൂറോളം സംസാരിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്. അന്നാണ് എഞ്ചിനീയറിംഗിന് ശേഷം പിന്നെ ഒരു ക്ലാസ് എൻ്റെ കിളി മാറിയത് അന്ന്. അപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത് ഇച്ചിരി കൂടെ സീരിയസ് മാറ്ററാണ്. അതുവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നായിരുന്നു. നല്ല സാധനം കൊടുക്കുക, പൈസ ഉണ്ടാക്കുക, ഇതായിരുന്നു മെയിൻ മോട്ടീവ്. പക്ഷെ അതല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്കി സാധനമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പം ഞാൻ കുറച്ചും കൂടെ ആ പുള്ളിയുടെ അടുത്ത് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു, എൻ്റെ അംബീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഇതാവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി. നമ്മുടെ പ്രായം നമ്മൾ ഈ പറയുന്നതൊക്കെ കേട്ടപ്പം ഒരിത് തോന്നി. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ കൂടാന്ന് പറഞ്ഞു. വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി പിന്നെ വേറൊരു ഫോർമുല ഉണ്ടാക്കി നല്ലൊരു ഫോർമുല നമുക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ്. അപ്പം പേരായിട്ടില്ല, ഒന്നും ആയിട്ടില്ല, നമ്മൾ പ്രോഡക്റ്റ് നല്ല ഒരെണ്ണം സെറ്റ് ചെയ്തു. അപ്പം നമുക്ക് അതിലൊരു ഗ്യാരണ്ടി ആയി. പിന്നീടാണ് പേരിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ എൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിനെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളിരുന്ന് രാത്രിയിലും ഒക്കെ ഫുള്ള് ഇരുന്ന് തപ്പിയാണ് ഈ ഔഷറയിലേക്ക് ഔഷറ എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. ഔഷധങ്ങളിൽ ആറാന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. മീനിങ് അന്ന് ഒരു ഉറക്കപ്പിച്ചാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. സത്യത്തിൽ അങ്ങനെ അർത്ഥത്തിലുണ്ടോന്ന് അറിയില്ല. അർത്ഥം ഉണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമൊക്കെ ഇതുപോലെ വലിയ അർത്ഥങ്ങളൊക്കെ വെച്ചുള്ള സംഭവം സംസ്കൃതമൊക്കെ മിക്സ് ചെയ്ത് അരച്ച് കലക്കിയൊക്കെ നോക്കി. ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല. നമുക്ക് കേൾക്കുമ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് അത് കഴിഞ്ഞ് ചോദിച്ചു, ഇതങ്ങനാണോ, ഇതിങ്ങനെയാണോ. അപ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത് ഇതിന് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. അങ്ങനൊന്നുമല്ല, ജസ്റ്റ് ഒരു പേര് അങ്ങനെ സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞാലും ലോഗോ ആയാലും ഈ പറയുന്ന പോലെ
ഒരുപാട് നമ്മൾ തന്നെ കുറേ നോക്കി, അറിയാവുന്നവരുടെ അടുത്തെല്ലാം ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ ഒരു 2-3 ഡിസൈൻസ് വരച്ചു തന്നു. അതിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റായി പേരായി ലോഗോയായി ഇത്ര ആയിട്ടുള്ളൂ. അപ്പോഴാ ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പം എൻ്റെ കയ്യിൽ ഒരു 20,000 രൂപ ആദ്യത്തെ ക്യാപിറ്റൽ 20,000 രൂപയാണ്. അപ്പൊ അന്ന് ഭയങ്കര കോൺഫിഡൻസാ. അതായത് 20,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ അത് മതി, അതിന്റെ ആവശ്യമുള്ള രീതിയിലായിരുന്നു. അതെ, ഞങ്ങൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് ഇതുപോലത്തെ ഓരോ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് എങ്ങനെയാ, താഴേന്ന് ഏറ്റവും മേളിലെത്തി, അതിന്റെ ഇടയ്ക്കത്തേത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. കേൾക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇവിടെ വരെ എത്തി, അപ്പം നമുക്കും പറ്റും, നിസ്സാരം. ഈ ഞാൻ കുറെ സ്റ്റോറി കേട്ടപ്പോൾ ആയാലും 100 രൂപ ഇൻവെസ്റ്റ്മെന്റിലും 1000 കോടി ടേൺ ഓവർ എത്തി. അങ്ങനെ കേൾക്കുമ്പോൾ 20,000 രൂപ ഉണ്ട് എനിക്ക്, അപ്പം ഞാൻ അതിന്റെ മേളിലെത്തും എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ കേട്ട കഥയും റിയാലിറ്റിയും ഇച്ചിരി വ്യത്യാസമാണ്. അങ്ങനെ ഞാൻ ഇതായപ്പോ അനുഭവിച്ച പെയിനും വ്യത്യാസമാണ്. അതെ, നമ്മൾ അനുഭവിക്കുന്ന അതെ ഈ പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണേൽ പറയാം അവന് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വേണേൽ പറയാം, പക്ഷെ അവനെ അറിയത്തുള്ളത് എങ്ങനെ ആക്കി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഇത് വിൽക്കണം, അതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ എന്നുള്ള രീതിയിലൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഒരു 100 ബോട്ടിൽ നമുക്ക് ഓർഡർ കിട്ടി. അതെങ്ങനെയാ നമ്മള് ഒന്നും ചെയ്യാതെ നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്? അത് ഇതുപോലെ തന്നെ ഞാനൊരു അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഒരു പരിചയത്തിൽ ഇതുപോലെ എൻ്റെ കഥ കേട്ടിട്ട് അപ്പോഴെല്ലാം എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ആരും ചിന്തിക്കുന്നില്ലല്ലോ, ഒരു എണ്ണക്കച്ചവടം എന്നാണ് അവരെല്ലാം ചിന്തിക്കുന്നത്. ഇപ്പം വീട്ടിലായാലും ആദ്യം പറഞ്ഞപ്പം എണ്ണക്കച്ചവടം ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ അതിനെ പറഞ്ഞ് നമ്മുടെ ഇതിങ്ങനെ അല്ല, ലക്ഷ്യം വേറെ ആന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് അവരും ഇതിനിങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയൊക്കെ പോലും ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന എണ്ണ അങ്ങനെ അതിനെ കണ്ടിട്ടുള്ളൂ, അതിൽ ഇങ്ങനൊരു ഇതുണ്ടെന്നൊന്നും അവരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എൻ്റെ കഥ കേട്ടപ്പോൾ പുള്ളിക്കൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ആയുർവേദ ഇത് നടത്തുന്ന, അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു സഹായം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു 100 ബോട്ടിൽ വാങ്ങി. അപ്പോൾ അതും കൂടെ ആയപ്പോൾ കോൺഫിഡൻസ് അങ്ങ് മണ്ടയിലെത്തി. പുള്ളി നോക്കിയപ്പോൾ ഒരു പയ്യൻ തുടങ്ങുകയാണ്, അവനൊന്ന് സഹായിച്ചേക്കൊന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തേക്കാന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്തു. അപ്പം ആ 100 ഇതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും മേളിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുമുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പിയായി. ഞാനപ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ ഞങ്ങൾ കോൺഫിഡൻസുമായി. അപ്പം ഇനിയൊന്നും നോക്കാമില്ല, ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ അപ്പം ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി നമ്മൾ കുറച്ച് കൂടുതൽ സാധനമൊക്കെ ഉണ്ടാക്കി. അപ്പം ഒന്നും ആയിട്ടില്ല, ഇത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ലോഗോയും പേരും. പിന്നെ അന്നേരം അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ലേബല്, ഇതൊക്കെ പിന്നീട് അറിയാം. ബോട്ടിൽ ലേബലിങ്ങിന് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായി. സർട്ടിഫിക്കറ്റ്സ്. പിന്നെ ഈ ലേബലിങ് നമ്മൾ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്, നമ്മൾ സാധനങ്ങൾ വെക്കേണ്ട ഓരോ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുന്നപ്പോഴാണ്. അപ്പം തൊട്ടേ ഇച്ചിരി ഇതുകൊണ്ട് എന്നാലും ഓക്കെ 100 ഇതല്ലേ നമുക്ക് ഓർഡർ ഇപ്പം വന്നു, ഇനിയും വന്നോളും. നമ്മുടെ സാധനത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് സാധനം പൊക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നു. അങ്ങനെ 100 ബോട്ടിൽ വിറ്റു. അത് കഴിഞ്ഞ് ബാക്കി അവിടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഉള്ളൂ, പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് ഈ പേര് ലോഗോയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനെപ്പറ്റി വേറെ അറിയാനായിട്ടൊന്നുമില്ല. പുള്ളി നമ്മുടെ വിശ്വാസം 100 ബോട്ടിൽ പോയതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഓർഡർ നമ്മൾ ഈ പറഞ്ഞ അല്ലെ വരും എന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ അവിടെ മറ്റേ വല പിടിച്ചിരിക്കാൻ തുടങ്ങി നമുക്ക്. പിന്നെ അപ്പോഴാണ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പരിപാടി ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അവിടാണ് പറയണം എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ കയ്യിൽ സാധനം ഇരുന്നിട്ട് കാര്യമില്ല, ഇത് നല്ലതാണെന്നും ഇങ്ങനൊരു സാധനം ഉണ്ടെന്നും അറിയിക്കണം, 4 ആളെ അറിയിക്കണമെന്നുള്ളത് അപ്പം മനസ്സിലായി. അത് ഇത്ര വലിയ പാടുപിടിച്ച പണിയാണെന്നും എനിക്ക് അന്ന് മനസ്സിലായി തുടങ്ങി. അപ്പൊ ഈ കൂടെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നല്ലോ, ഇവരിപ്പോഴും ഉണ്ടോ അതോ അവര് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയോ? അതിലൊരുത്തിനെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ ആ സമയമായപ്പോഴത്തേക്കിന് അവൻ ഈ ഓസ്ട്രേലിയക്ക് പോകാനുള്ള സമയമായപ്പോഴാണ് ഈ ഞങ്ങൾ ഇതിലേക്കെല്ലാം ഇറങ്ങുന്നത്. അതായത് എൻജിനീയറിംഗ് തീരാറായപ്പം
കുഞ്ഞുകളിയല്ല, എന്തെങ്കിലും സീരിയസ് ആയിട്ട് നോക്കണമെന്നുള്ള ഇത് വന്നു. കാര്യം സപ്ലി എഞ്ചിനീയറിംഗ് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. സപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. സപ്ലി ആയി പിന്നെ ഇതുകൊണ്ട് വലിയ നമ്മൾക്ക് എവിടെ എത്താൻ പാടാന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് നമുക്ക് തീരാറായപ്പോഴാണ് ഞാൻ എഞ്ചിനീയറിംഗ് തീരാറായപ്പോഴാണ് ഞാൻ ഇതിലേക്ക് സീരിയസ് ആയിട്ട് നോക്കുന്നത്. അപ്പം ആ സമയമായപ്പോൾ അവനും പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പം അങ്ങോട്ട് അവനും അതിലേക്ക് നോക്കുന്നുണ്ട്, ഇതിലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അവൻ ഓസ്ട്രേലിയക്ക് പോയി. ലാസ്റ്റ് എന്നെ ഇത് ഏൽപ്പിച്ചിട്ട് അവന് മറ്റവൻ എന്ത് ചെയ്തു? രണ്ടുപേരുണ്ടായിരുന്നല്ലോ. അവൻ എൻ്റെ കൂട്ടത്തില് ഉണ്ട്. ഇപ്പം ഒരു കസിൻ ഇപ്പോഴും ഉണ്ട്. മൊത്തം ഞങ്ങൾ 3 കസിൻസാണ് ഉള്ളത്. ഒരുത്തൻ പോയി, ഒരുത്തൻ അനിയനാ, അവനിപ്പോൾ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, അതാണ് എൻ്റെ ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ട്. അവന്മാരാണ് മോട്ടിവേഷൻ. അനന്ത് നിനക്ക് പറ്റൂടാ, നിനക്ക് പറ്റും. അവന്മാര് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അമ്മാരുടെ മോട്ടിവേഷൻ വേറൊരു രീതിയിലാണ്. ആദ്യം നമ്മളെ തളർത്തും, എന്നിട്ടാണ് പിന്നെ മോട്ടിവേഷൻ. അവരെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള എല്ലാ കൂട്ടുകാരും എന്റെ മോണ്ടിസോറി മുതലുള്ള കൂട്ടാ. അതിലൊരുത്തനും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഇപ്പം അവിടെ ഗ്യാങ് ആയിട്ട് നിൽപ്പുണ്ട്. ഈ എൻ്റെ കസിനും ആ കൂട്ടുകാരനും അപ്പം അവിടെ ആണ്. അപ്പൊ എന്നിട്ട് ഈ ഈച്ചയായിട്ട് ഇരുന്ന സ്റ്റേജിൽ നിന്ന് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ നിന്നപ്പോൾ നമ്മള് നമ്മുടെ അവിടെ അടുത്തുള്ളൊരു പുള്ളിയുമായിട്ട് ചെയ്തു ടൈപ്പായി. അവർ മാർക്കറ്റിംഗ് ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ. നമ്മളങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങുന്നു പയ്യെ. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് തുടങ്ങുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ ഒരു രീതിയിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് ഇഷ്ടംപോലെ. അതെ, ഞാൻ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പയ്യെ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നു, ഫേസ്ബുക്ക് ആവുന്നു, പോസ്റ്റേഴ്സൊക്കെ കയറുന്നു. അപ്പോഴൊക്കെ ആയാലും നമുക്കൊരു നല്ലൊരു അത് കുറച്ച് നാളായപ്പോഴത്തേക്കിന് ഫണ്ട് നല്ലപോലെ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആഡ് റൺ ചെയ്യുന്നു, പോസ്റ്റർ മേക്കിങ്, ഓരോത്തിനും പൈസ നല്ലപോലെ വീഡിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പൈസകൾ അപ്പം എൻ്റെ കൈ വിട്ടു പോകാൻ തുടങ്ങി. അപ്പോഴാണ് പക്ഷെ വീട്ടുകാരൊക്കെ അപ്പോഴാണ് ഞാൻ വീട്ടുകാർ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ ചെല്ലാൻ തുടങ്ങിയില്ല. പക്ഷെ ഞാൻ ആ സമയമായപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇത് എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, ഇനിയിപ്പോൾ വെറുതെ വേറെ അവരുടെ അടുത്തൊന്നും ചോദിക്കണ്ട. ഇപ്പം കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നഷ്ടം വന്നു. അപ്പം ആ സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈച്ചയായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ വെറുതെ ഇനിയിപ്പം എങ്ങനെ പോകുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ നിർത്തിയേക്കാന്ന് ഓർത്തി. സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. നിർത്തിയേക്കാന്ന് ഓർത്തു. കാര്യം ഇനി മുന്നോട്ട് പോകാൻ എൻ്റെ പൈസ ഇല്ല. അപ്പം നമ്മൾ ആ കോൺഫിഡൻസ് ഒക്കെ നേരെ താഴോട്ടങ്ങായി. അപ്പം ഒന്നുമില്ല, ഇനിയിപ്പോൾ എന്നാൽ നിർത്തിയേക്കാന്നുള്ള സമയത്ത് വീട്ടുകാർ, ഫാമിലി എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും തലയുടെ ചുറ്റൂര് വെള്ളവട്ടം വന്നു. കാര്യം അപ്പം അവർക്ക് ഇത് വിട്ട് കളയണ്ടെന്നായി. നീ ഇത്രയും എഫേർട്ട് ഇട്ടു. അന്നെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടാക്കാനൊക്കെ ഈ ഓർഡർ വന്നപ്പം ഉണ്ടാക്കാൻ ഒരു രാത്രിയിൽ ഒരു 4 മണിക്ക്, സന്ധ്യയ്ക്ക് ഒരു ദിവസം 4 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം 11 മണി വരെ എടുത്തു. അതെൻ്റെ കൈയൊക്കെ നീരൊക്കെ വെച്ച് ഭയങ്കര ഇതായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മളിത് വിട്ട് കളയുന്നില്ലല്ലോ അല്ലേ? വിട്ട് കളയാതെ നിന്നു. പക്ഷെ വിട്ട് കളയാൻ വരേണ്ടി വന്നു. കാര്യം ഇനിയിപ്പം ഈ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓരോ ചെയ്യാനായിട്ടുള്ളതൊക്കെ കേട്ടപ്പം എന്നെ കൊണ്ട് അത് കൂട്ടിയേ കൂടുതലെന്നായി. അപ്പോൾ ഈ പറയുന്ന ഓസ്ട്രേലിയൻ കസിനൊക്കെ അവിടെ എത്തുന്നതേ ഉള്ളൂ. അപ്പം അവനും ഒന്നും ഹെൽപ്പ് ചെയ്യാറുള്ള ആയിട്ടില്ല, അവനൊന്നും സെറ്റപ്പായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തെന്നാൽ വിട്ടേക്കാം, ഇനിയിപ്പം അല്ലാതെ വേറെ വഴിയില്ല. അപ്പം എനിക്ക് പണ്ട് പോലെ ചോദിക്കാനൊരു വീട്ടുകാരുടെ അടുത്ത് ചോദിക്കാൻ. അപ്പം ഇത് കണ്ട് അവർ പിന്നെ ഇടപെടാൻ തുടങ്ങി. എല്ലാവരും വിടണ്ട. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താരാ? ചേച്ചിയാണ്. ചേച്ചിയുണ്ട്, പിന്നെ അമ്മയും ചേച്ചി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അച്ഛനും ആയാലും അച്ഛന് പണ്ട് മുതലേ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണെങ്കിലും എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം എന്നിലും എൻ്റെ കൂട്ടുകാരിലും. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഞാൻ ദൈവൻ്റെ കൂട്ടത്തിലാണ്, ശരി എപ്പോൾ ഒരു ഇന്ന സമയത്ത് വരും. നിങ്ങളുടെ ഗ്യാങ്ങിനെ കുറിച്ച് നല്ല ഒരു വിശ്വാസമുണ്ട്. വേറൊരു ഇതിലേക്കും പോകത്തില്ല. ഇവരുടെ കൂട്ടത്തിലാന്ന് പറഞ്ഞാൽ ഓക്കെ, വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. സമയം ചോദിക്കും, ആ സമയത്ത് നമ്മൾ ചെല്ലുകയും ചെയ്യും. അല്ലാതെ ഇന്ന സമയത്തിനുള്ളിൽ കയറണമെന്നല്ല, എപ്പോൾ വരും എന്ന് ചോദിക്കും, നമ്മുടെ അടുത്ത് ചോദിക്കും, ആ സമയത്തിന് എത്തിച്ചാൽ മതി. അതുകൊണ്ട് വേറെ അങ്ങനെയുള്ള ഇതുകൊണ്ട് നമുക്കൊരു സ്പേസ് നമുക്കൊരു നമ്മുടെ ഒരു ഐഡന്റിറ്റിക്ക് ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ പണിയെടുക്കുന്ന അന്ന് തൊട്ടായാലും പണിയെടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, കുറച്ചിലായിട്ടൊന്നുമില്ല. നീ പണിയെടുത്തു, നീ പൈസ ഉണ്ടാക്കിയോ, നീ അത് നിന്റെ പൈസ, അതിൽ എൻ്റെ അടുത്ത് ചോദിക്കാനും വരത്തില്ല. ഈ പൈസ ഉണ്ടാക്കിയപ്പോഴായാലും അതൊന്നും ചോദിച്ചിട്ടുമില്ല, അത് നിന്റെ ഇഷ്ടം.
അങ്ങനെ അപ്പം ഇവർ ഇടപെട്ടു. പിന്നെ ഇച്ചിരി പൈസ ഒക്കെ തരാൻ തുടങ്ങി. പിന്നീട് ഇതിലേക്ക് ഇറങ്ങിയപ്പോഴായാലും ഒരുപാട് പൈസ ആയിട്ട് ഒന്നും ആവുന്നില്ല. അപ്പം അങ്ങനെ നിന്നപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് നിന്നപ്പോഴാണ് നമുക്ക് അപ്പം ഈ മാർക്കറ്റിങ് ഞാൻ കുറച്ച് പിന്നെ നമ്മളിരുന്ന് തപ്പി ഇങ്ങനൊന്നും അല്ല, വേറൊരു രീതിയിലേക്ക് പോകണം, ഇതിങ്ങനൊന്നും അല്ലടാ എന്ന് ഓരോ സമയത്ത് നമുക്ക് എല്ലാം പഠിച്ചു വരുമല്ലേ. അങ്ങനെ അപ്പം ഞാൻ വേറൊരു ടീമിനെ തപ്പാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് വേറൊരു ടിനോസ് ഡാൽവി ചേട്ടനെ കിട്ടുന്നത്. ഡാൽവി ചേട്ടനെ കിട്ടിയപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ആ ചേട്ടൻ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എന്നെ ഒരു അനിയനെ പോലെ കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതെ, ഇപ്പോൾ ഇവിടെ വരാനായാലും ചേട്ടൻ കാരണമാണല്ലോ. അപ്പം അങ്ങനെ പുള്ളിയിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം പയ്യെ ഇത് പൊടി പിടിച്ചെടുത്തുനിന്ന് പിന്നെ റിവാമ്പ് ചെയ്ത് നല്ല രീതിയിൽ സെയിൽ വന്നു തുടങ്ങി. ഔഷധ എന്ന് പറയുന്ന ബ്രാൻഡ് ആളുകൾക്കിടയിലേക്ക് എത്തി തുടങ്ങി, അറിയാൻ തുടങ്ങി. ഞാൻ ഇപ്പം പറയുമ്പോഴല്ല ഞാനിത് കണ്ടിട്ടുണ്ട്, ഞാനിത് കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പയ്യെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട്, യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നല്ല റിവ്യൂ ആണ്. റിവ്യൂ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മെയിൻലി കേരളം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഓൾ ഓവർ ഇന്ത്യ ആണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്, നല്ല കസ്റ്റമർ റിവ്യൂസും വരുന്നുണ്ട്. റീ ഓർഡർ ഒക്കെ ആയാലും അവർ രണ്ടാമത് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഔഷധനെ നമുക്ക് 1000 കോടിയിലേക്ക് പ്ലാൻ ചെയ്യാം. ഔഷധയിൽ നമ്മൾ ദൈവാനുഗ്രഹിച്ചാൽ അങ്ങനെ എത്തണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇപ്പം നമ്മൾ കറന്റ് ഇപ്പോൾ 2-3 പ്രൊഡക്ട്സും കൂടെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് മാറാനുള്ള ശ്രമങ്ങളാണ്. മുട്ട അടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നെ മുടി വളർത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് മുടി വളർത്തുന്നത്. എന്നിട്ട് ഇത് വളർന്ന് ഇപ്പൊ ഔഷധയാണ് ഉപയോഗിക്കുന്നത്. മുടി ഇരിക്കുന്നത് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പം ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഔഷധ തന്നെയാണ്. അതെ, ഒരു 4 കൊല്ലമായിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന് കയറിയപ്പം തുടങ്ങിയത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് കൊടുത്ത വാക്കെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ വെട്ടുമെന്നായിരുന്നു. പിന്നെ ഇതിലേക്ക് തിരിഞ്ഞപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനാണ് ബ്രാൻഡ് അംബാസിഡർ, വെട്ടാൻ പറ്റത്തില്ല എന്ന് ഞാൻ പിന്നെ അച്ഛൻ തന്നെ മനസ്സിലായി. പിന്നെ വീട്ടുകാരും സപ്പോർട്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവര് ചേച്ചിക്ക് തോർത്തി തരും. പിന്നെ എണ്ണയൊക്കെ തേക്കാനായാലും അങ്ങനെ ഫുൾ അവരും കെയർ ചെയ്യാൻ തുടങ്ങി. അവർക്കും വെട്ടാൻ പറയുമ്പോഴായാലും എന്തിനാ കുഴപ്പമില്ല. ആദ്യമായിട്ട് ഒരു ഹെയർ ഓയിൽ ബ്രാൻഡിന് ഒരു ആൺകുട്ടി ബ്രാൻഡ് അംബാസിഡർ കൂടിയൊക്കെ വളർത്തിയിട്ട് വന്നിട്ടുണ്ടാവുക. അത് ഈ ഹെയറിനോടുള്ള ഇഷ്ടം തന്നെയാ എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരുടെയും മുടി പെട്ടെന്ന് വളരട്ടെ അല്ലേ. എനിക്ക് 2 കുപ്പി തരണം കേട്ടോ, ഇത് വളരുമോ നോക്കട്ടെ. ഞാൻ അനന്തിനോട് ചെയ്തു. അനന്തിന് 22 വയസ്സേ ഉള്ളൂ. അനന്തിന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം പലയിടത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. കൂടെ ഉണ്ടായിരുന്ന 2 പേര് പുറത്തേക്ക് പോയി. എപ്പോഴെങ്കിലും അനന്തൂർ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു? ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു തീർന്നിട്ട് അവരെ പോലെ പുറത്ത് സെറ്റിൽ ചെയ്യാൻ മതിയായിരുന്നു, മൈഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എഞ്ചിനീയറിംഗ് ഈ തീരാറായ സമയത്തായാലും നമുക്കൊരു നല്ലൊരു ഡൗൺഫോൾ എന്ന് തന്നെ പറയാം. ഈ മെൻ്റലി ആയാലും വീട്ടിൽ കുറച്ച് ഇഷ്യൂസ്, കോളേജിൽ കുറച്ച് ഇഷ്യൂസ്, അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ അതിനിടയ്ക്ക് അതുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കണമല്ലോ, തീർച്ചയായിട്ടും നടക്കണം. അതൊക്കെ കിട്ടിയില്ലാലും പിന്നെ എങ്ങനെ ശരിയാകും? കോളേജ് ലൈഫ് ആണല്ലോ അല്ലേ. അത് ഇതെല്ലാം കൂടി പക്ഷെ ഒരുമിച്ച് വന്നു. അത് പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആരുമില്ല എൻ്റെ കൂട്ടത്തിൽ. ഈ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓടി, എൻ്റെ ആ ഒരു ഫ്രണ്ടുണ്ട്, അല്ലെ കസിനുണ്ട്, നേരെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ തൊട്ടടുത്താണ്, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അപ്പം അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, ഞങ്ങൾ എല്ലാവരും നേരെ ബെല്ലൊന്നും അടിക്കത്തില്ല, നേരെ അങ്ങ് കയറി ചെല്ലത്തേ ഉള്ളൂ. അപ്പോൾ അവനും ഇല്ല, ആരുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരെ, എനിക്ക് ഈ പുറമെ ഇങ്ങനെ കണ്ടാലും പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നൊരു ടൈപ്പാണ്, സൈസൊക്കെ ഉള്ളു. പെട്ടെന്ന് നമുക്ക് സങ്കടമൊക്കെ വന്നാല് ഞാൻ വേറെ എങ്ങും പോകത്തില്ല, നേരെ അവന്മാരുടെ അടുത്തില്ല. അപ്പം 2 കളിയൊക്കെ ആക്കിയിട്ട് പറയും, സാരിയുള്ള പോട്ടറാന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളങ്ങ് ഓക്കെ. പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ പക്ഷെ ആ ഒരു സമയത്ത് ആരും ഇല്ലാതായിപ്പോയി. എല്ലാവരും ഒരു വഴിക്കങ്ങ് ആയിപ്പോയി. ഒരുത്തൻ ഓസ്ട്രേലിയയിൽ പറഞ്ഞു, വേറൊരുത്തൻ കാനഡ, വേറൊരുത്തൻ വേറെ വഴി, അങ്ങനെ അങ്ങ് പോയി. ആരും ഇല്ലാത്തൊരു സമയം വന്നപ്പം നല്ലൊരു ഇതായി. അപ്പോഴാണ് ഇത് തുടങ്ങി വെക്കുന്ന ഒരു സമയം കൂടെ.
അങ്ങനെ നിന്നപ്പം സത്യം പറഞ്ഞാൽ നല്ല ഇതായിരുന്നു. ഒന്നും വേണ്ട, നമുക്ക് ജീവിതമേ മടുത്ത ഒരു അവസ്ഥയായി പോയത്. 20 വയസ്സില് 20 വയസ്സിൽ തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ വേറെ എന്നാ ചിന്തിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴും നമുക്കൊരു നമ്മളെ പൈസയുടെ പേരിൽ കുറേ സ്ഥലത്ത് നമുക്ക് ഒരടി കിട്ടി. അതായത് നമ്മളെ കൊച്ചാക്കി കാണുക, അല്ലെങ്കിൽ നമ്മളെ പൈസയുടെ പേരിൽ നമുക്ക് കുറച്ചൊരു നാണം കെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരിത് വന്നു, എല്ലാത്തിൻ്റെ അടിസ്ഥാനം പൈസയാണ്. അങ്ങനെയാണ് നമുക്ക് അന്ന് ഒന്ന് വിട്ടുകൊടുക്കാം, ഒന്നുകൂടെ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് പിന്നീട് മുന്നോട്ട് വരുന്നത്, ഔഷധ ബ്രാൻഡ് ആക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്കങ്ങനെ ഒരു ഇത് വരുമ്പോഴായാലും പിന്നെ വീട്ടുകാരുടെ ഇത്ര സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സമയത്തെല്ലാം ഞാൻ മെയിനായിട്ട് വില്ലന്മാരായിട്ട് കണ്ട വീട്ടുകാരെയാണ്. കാര്യം എല്ലായിടത്തും അങ്ങനെ ആണല്ലോ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ പഠിക്കുക, ജോലി ചെയ്യുക എന്നല്ലേ എല്ലാവരും പറയത്തുള്ളൂ. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലെ ഒരു PSC എഴുതിയെടുക്കുക, ഗവൺമെൻറ് ജോലി, അങ്ങനെ ഉള്ളിടത്ത് നമ്മളതാ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഇവര് ഹീറോ ആയി. അവിടെ അവര് വേറൊരു രീതിയിലായപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അവരൊരു സപ്പോർട്ടുള്ളപ്പോൾ വേറെ നമുക്ക് വെളിയിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ വെളിയിൽ നല്ല തല്ലിപ്പൊളിയാണ്. തല്ലിപ്പൊളി എന്നെ സെൻസ് ഞാൻ ആരെയും മൈൻഡ് വകവെക്കത്തില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ മുമ്പിൽ നിർത്തുന്നത് നിങ്ങളെ ആയിരിക്കുമല്ലോ. എനിക്ക് വേറൊരു ഫ്രണ്ടിന് ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എന്തിനും ഞങ്ങളെ മുന്നിൽ കൊണ്ട് നിർത്തും. പ്രശ്നങ്ങൾ വരും, പക്ഷേ നൈസായിട്ട് ഞങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ വീട്ടുകാർക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എന്താണെന്നുള്ളത് വീട്ടുകാർക്ക് അറിയാം അന്ന് മുതൽ. അപ്പോൾ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സീരിയസ് കാര്യം വരുമ്പോൾ അവർ അത് ടിപ്പിക്കൽ പേരൻസിൻ്റെ രീതി എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാനിതെല്ലാം നിർത്താമെന്നും വിചാരിച്ചത്. പക്ഷെ അവരന്ന് തന്നൊരു സപ്പോർട്ട് കാരണമാണ് പിന്നീട് എനിക്ക് ഇതിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാര്യം അവർക്ക് മനസ്സിലായി അടിപൊളിയായിട്ട് കയറി പോരാൻ പറ്റുന്ന വിശ്വാസം അവർക്ക് നമുക്കും ഉണ്ടായി അല്ലേ? ഉണ്ടായി. പിന്നെ നമ്മളൊന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇത് വലിയൊരു കമ്പനിയാക്കി വളർത്താനാണ് ആഗ്രഹം. ഇപ്പൊ ഒരുപാട് അനന്തിന്റെ പ്രായമുള്ള, അല്ലെങ്കിൽ അനന്ത് 13ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതുപോലെ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. സ്റ്റാർട്ടപ്പുകളായിട്ട് ചെയ്യുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴൊക്കെ. അവരോട് അനന്തുവിന്റെ കുഞ്ഞു ലൈഫിൽ നിന്ന്, കുഞ്ഞു എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഇതുപോലെ ഓരോ ഇത് കണ്ടാണ് വന്നത്. പക്ഷെ ആ കാണുന്നതൊന്നും അല്ല ഇറങ്ങുമ്പോൾ. അതിപ്പോൾ ഓരോ ഇതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇപ്പം ചിലർ കണ്ടിട്ടില്ലേ, ഇപ്പം ഒരു ട്രെൻഡ് പോലെ ആയിരുന്നു ഒരു സമയത്ത് ഈ പുറത്തോട്ട് പോകുന്നത് ഭയങ്കര ട്രെൻഡ് പോലെ ആയിരുന്നു. അതിൻ്റെ കോൺസിക്വൻസസ് എന്നാണെന്നറിയാതെ പോയിട്ട് അവിടെ ചെന്ന് ഡിപ്രഷനായിട്ട് തിരിച്ചു വന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് കാണുമ്പോൾ രസമാണ്, അവിടെ പോകുന്നു, കാശുണ്ടാക്കുന്നു, കാർ എടുക്കുന്നു, എന്നാൽ നമുക്കും ചെയ്തേക്കാം. അങ്ങനെ ഇത് ചെയ്യല്. ഇതിലും അതുപോലെ തന്നെ നമുക്ക് ഒരു ഇത് പറയുമ്പോഴും അല്ലെ ചെയ്യുമ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ഇതാണെന്നാ, വലിയൊരു ഇതാവാൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടാനായിട്ട് ഇതുപോലെ ആകെ കാണുന്നത്, നമ്മൾ ഒന്ന് ലോഗോ ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ അയക്കുമ്പോൾ പിന്നെ 2 വർഷം കഴിഞ്ഞ് നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്കായിരിക്കും ഇവര് നമ്മളെ കാണുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ ഇതിനിടയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയുന്നില്ല, ഒന്നുമില്ല. അതില്ല. അപ്പൊ അവര് വിചാരിക്കുന്ന ഇതും എന്തോ നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഇറങ്ങുമ്പോൾ ടോട്ടലി മൊത്തം പഠിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറ്റിയ വീഴ്ചകൾ അവിടെയൊക്കെയാണ്. നമ്മളങ്ങ് ഇറങ്ങി, പിന്നീട് ഒന്നും അറിയാതെ അങ്ങ് ഇറങ്ങി, പിന്നീട് അവിടെ കിടന്നാണ് നീന്തൽ പഠിച്ചത്. പക്ഷേ ഒന്നുകൂടെ കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമാണ്. കാര്യം ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത് നിസ്സാരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തൊരു സെറ്റപ്പ് ആകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാം വിജയിക്കുന്ന കുഞ്ഞി ലൈഫിൽ നിന്ന് പഠിച്ച പാഠമല്ലേ? എന്താണ് ഇനി മുന്നോട്ട് ഔഷധിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അനന്തുവിന്റെ ഒരു ലക്ഷ്യം? നമുക്കൊരു എയിം ഉണ്ടാകുമല്ലോ, എന്റെ ബ്രാൻഡ് ഇന്ന സ്ഥലത്ത് എത്തണം, എന്റെ ബ്രാൻഡ് ഇത്രയും വളരണമെന്നൊക്കെ നമുക്കൊരു ഷോർട്ട് ടൈമും മിഡ് ടൈമും ലോങ് ടൈമും ഒക്കെ പ്ലാൻ ഉണ്ടാകുമല്ലോ. അങ്ങനെ എന്താണ് അനന്തിന്റെ പ്ലാൻ? ഔഷധനെ ഞാനിപ്പോൾ കാണുന്ന ഔഷധയിൽ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുക, ഔഷധനെ വേൾഡ് വൈഡ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൽ എനിക്ക് നല്ല, അത് തുടക്കം പോലെ ഉള്ളൊരു മെയിൻ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രോഡക്റ്റിൽ വിശ്വസിച്ച് ഞാൻ ഇരുന്ന ഒരാളാണ്. അതിപ്പോഴും ഉണ്ട്. ഞാൻ ക്വാളിറ്റിയുടെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ല. അപ്പം ഇത് വേൾഡ് വൈഡ് എത്തിക്കണം, ഔഷധ വേൾഡ് വൈഡ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായ
ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ വിഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ആകാനായിട്ടുള്ളവർ ഞാൻ നോക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഒരു ഗ്ലോബലി നമുക്ക് അവസരം എത്തിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അനന്തുവിനെ പോലെ നല്ല സംരംഭകർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരിൽ നിന്ന് നല്ല ഇൻവെസ്റ്റേഴ്സ് അനന്തുവിലേക്ക് തേടി എത്താൻ ഞങ്ങളൊരു നിയോഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയും കാണാം. ഇനി ഒരു വേൾഡ് വൈഡ് എത്തിക്കഴിയുമ്പോൾ 1000 കോടിയൊക്കെ പെട്ടെന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നോടെ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന കഥ പറയണം. സ്പാർക്കിന് മുന്നേയും സ്പാർക്കിന് ശേഷവും എന്ന് പറയുന്ന ഒരു 2 കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊരു കഥ പറയാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതിനുള്ള സാഹചര്യം പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഡാൽവിയോടൊപ്പം തന്നെ ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ ആവശ്യത്തിനും ഒരു ചേട്ടനെയും ചേച്ചിനെയും പോലെ ഞാനും രംഗും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് വളരാം, അല്ലേ? ഇപ്പൊ ഇന്ന് നമ്മളിവിടെ കേട്ടത് ഒരു 22 വയസ്സുകാരന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ ആ ബ്രാൻഡിനോടുള്ള ഇഷ്ടമാണ്, ട്രസ്റ്റാണ്, വിശ്വാസമാണ്, മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇത് വളരാനായിട്ട് നമുക്കും ഒരുപാട് ശ്രമങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഒരുപാട് പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ചയിൽ നമുക്കൊരു ഭാഗമാകാൻ സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.